ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഭരണാധികാരികളെ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻറ്റൻഷൻസിനും നമ്മുടെ കൂട്ടുകാർ, ബന്ധുക്കൾ ഇവരുടെയൊക്കെ നീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഈ നേതാക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മുടെ ഈ അടുത്ത വാർത്തകളിലൊക്കെ കണ്ടു കാണും, ഇന്ത്യ, കാനഡ അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ തമ്മിൽ പ്രശ്നം, ഏതോ ഒരാളുടെ കൊലപാതകത്തെ തുടർന്ന് തുടങ്ങിയൊരു ഇഷ്യൂ അതിങ്ങനെ ഫർദർ എസ്കലേറ്റായി അവസാനം അവരെടുക്കുന്ന തീരുമാനങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത് നമ്മളിപ്പോഴുള്ള സാധാരണക്കാരെ അല്ല. അവർ വിസ പ്രോസസ്സിംഗ് ഒക്കെ കുറേ റെസ്ട്രിക്ഷൻ വരുത്തി. അപ്പം നമ്മൾ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള അയൽവക്കത്തുള്ളവരൊക്കെ ഒരുപാട് പേര് അവിടെ പോകാനുള്ള പ്രിപ്പറേഷനും ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഒത്തിരി തടസ്സം അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പം ഇസ്രായേൽ, യുക്രൈൻ എല്ലാം, പലസ്തീൻ, ഇവിടെ എല്ലാം അവർ ആ ആൾക്കാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചാൽ അവർ അടുത്ത നിമിഷം അവരായിരിക്കുന്ന സ്ഥലം അവരോ അല്ല അവരപ്പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്നവരോ ജീവനുണ്ടാവണമെന്നില്ല. ഇതൊന്നും നാളെ നമുക്ക് സംഭവിച്ചു കൂടാതെന്നൊന്നുമില്ല. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഇന്നത്തെ ഒരു പോക്കനുസരിച്ച് നോക്കി എന്ന് വെച്ചാൽ ബോയിലിംഗ് പോയിൻ്റ് എത്തുന്ന പോലെ ഒരു അവസ്ഥയിലാണ് ലോകം മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഒരു തെറ്റായ തീരുമാനം മതി, എന്നാൽ ന്യൂക്ലിയർ വിടാം എന്നൊന്ന് തീരുമാനിച്ചാൽ പിന്നെ എല്ലാം തീർന്നു. നമ്മുടെ രാജ്യത്ത് നോക്കിയാൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വെച്ച മണിപ്പൂരിലുള്ള ഒരു ഫാമിലിയിൽ ഒരു അപ്പൻ, അമ്മ, 3 മക്കൾ, മാതാപിതാക്കൾ, അവരുടെ വീട്ടിലോട്ട് രാത്രി ഒരു 10-15 പേര് ചുമ്മാ അങ്ങ് ഇടിച്ച് കയറി ചെന്ന് ഭാര്യ എടുത്തിട്ട് ബാക്കിയുള്ളവരോട് പറയാം, നിങ്ങൾക്ക് വേണേൽ നിൽക്കാം അല്ലേ പോവാം. ഇത് വളരെ ക്രൂരമായിട്ട് ആ ഭാര്യനെ കൊല്ലുന്നു. ഇതൊക്കെ നമ്മുടെ തന്നെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ശക്തമായി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജെറമ്യ 29:7 ഒരു വചനമുണ്ട്, നമ്മളായിരിക്കുന്ന നഗരങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ ക്ഷേമം അവയുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പം ഇതെല്ലാം നമ്മളുമായിട്ടും കണക്റ്റഡാണ്, നമ്മളത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് വളരെ ശക്തമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ ഈ ലോക നേതാക്കൾക്ക് നല്ല നേതാക്കളെ കിട്ടാനും ഭരണാധികാരികൾക്കൊക്കെ ദൈവിക ജ്ഞാനത്താൽ അവർ നിറയാൻ, നല്ല തീരുമാനങ്ങൾ എടുക്കാനും, സത്യത്തിന് വേണ്ടി നിലനിൽക്കാനും, അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ജ്ഞാനം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഇന്ന് തൊട്ട് ശക്തമായിട്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ ഓർത്ത് അവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.